ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് 2 ഫയൽ വെച്ചിട്ടുണ്ട് ഗൈഡൻസ് മെസ്സേജ് റീഡിങ്. ഓക്കെ, സിമ്പിളായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഓക്കെ നിങ്ങൾക്ക് നടക്കുമോ എന്ന് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്താ വരാൻ പോകുന്നത് നിങ്ങൾക്ക് എന്ന രീതിയിൽ. ഓക്കെ, ഞാൻ എടുക്കുന്നുണ്ട്. ഈ ഡെക്ക് എന്നാണ് യൂസ് ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള കാർഡ്സാണ്. ഓക്കെ, നമുക്ക് എന്താ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം. ആൻഡ് കുറച്ച് ആൻസേഴ്സ് നമുക്ക് ബുക്ക് ഓഫ് ആൻസേഴ്സിന് കൂടി നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് വരുന്ന പോലെ ക്വസ്റ്റൻ ആയിട്ടൊന്നും ചോദിക്കുന്നില്ല. ജസ്റ്റ് എന്ത് മെസ്സേജ് വരുന്നോ അത്. ഓക്കെ, ഗൈഡൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 പൈലുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പൈൽ നമ്മുടെ റോസ് കോഡ്സ് റോസ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് പൈൽ റോസ് കോഡ്സിൻ്റെ പിരമിഡ്. ഓക്കെ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ലെറ്റ്സ് സീ. ക്രാക്ക് വന്നു എന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ കണ്ടപ്പോൾ. ഓക്കെ, സോ പൈൽ 1, പൈൽ 2. ഓക്കെ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, ആദ്യം ഡെക്കിൽ നിന്ന് എടുക്കാം ആൻഡ് ദെൻ നമുക്ക് ബുക്കൊന്നും ആൻസേഴ്സ് ചോദിക്കാം. ഓക്കെ, സോ പൈൽ 1 എന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങൾക്ക് ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നമുക്ക് യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വരാൻ പോകുന്നത് എന്താ പറയുന്നത് നോക്കാം. എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ. ഓക്കെ, ആക്ച്വലി ടൈം പീരീഡ് ടൈം പീരീഡ് നമുക്കൊരു ഇപ്പം എന്തായി നവംബർ ആയില്ലേ. ഓക്കെ, നമുക്ക് ഈ ജനുവരിക്ക് മുമ്പ് എന്നെടുക്കാം കേട്ടോ. ഇത് അങ്ങനത്തെ ഒരു റീഡിംഗ് ആക്കാം അല്ലേ. നമുക്ക് ഈ വരുന്ന ഈ മന്ത് എൻഡ് ഈ എന്താ പറയുക നവംബർ മാസം അവസാനിക്കുന്ന മുമ്പ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് ആൻഡ് അതിന് എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ്. ഓക്കെ, വലിയ ലോങ് റീഡിംഗ് ഒന്നുമല്ല, ഇത് സിമ്പിളായിട്ട് നോക്കുകയാണ്. കോമ്പസ് ആണിത്. ഇത് ബേർഡ്സ് ഉണ്ട് ഇവിടെ. 2 കാർഡ് ഉണ്ട്. ശരിയാ, ഫോക്സും ഉണ്ട് ബെയറും ഉണ്ട്. ഓക്കെ, കേസ് ഇത് സൺ അല്ലേ, സൺ തന്നെയല്ലേ, സണ്ണോ സ്റ്റാറോ. ഓക്കെ, ഗാർഡൻ ആണിത് ആൻഡ് ഫിഷസ്. ഓക്കെ, ആൻഡ് ഇവിടെ വാവ് ബ്യൂട്ടിഫുൾ. ഓക്കെ, നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച് നടക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങളൊരു മേജർ ആഗ്രഹം മേ ബി നമ്മൾ 11 പോർട്ടൽ സമയത്ത് നിങ്ങൾ വിഷ് വെച്ചതായിരിക്കാം. ഓക്കെ, അതിൻ്റെ കാര്യമായിരിക്കാം. ആ ഒരു വിഷ് നടക്കും എന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങുക, മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക നിങ്ങൾ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കോയിൻ ഇട്ടിട്ട് വിഷ് ചെയ്യാന്ന് പറയില്ലേ, ആ രീതിയിലുള്ള വെല്ലാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങൂ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ നവംബർ എൻഡ് ഡിസംബറിന് മുമ്പ് എന്നാണ് എടുക്കുന്നത്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്നാണ് കാണുന്നത്. അത് ചിലവർക്ക് നിങ്ങൾക്ക് സ്നേഹത്തിനെ കുറിച്ചാണ്, റിലേഷൻഷിപ്പിനെ കുറിച്ചാണെങ്കിൽ അതും ഒരു യെസ് ഉണ്ട് ഇവിടെ. ഓക്കെ, റിലേഷൻഷിപ്സ് നിങ്ങളുടെ ലൈഫിൽ ഒരു സോൾമേറ്റ് വരുന്ന ഒരു കാർഡാണിത്. സോൾമേറ്റ് എന്ന് പറയാം, റിലേഷൻഷിപ്പ് ബെറ്റർ ആവുന്നു എന്ന രീതിയിൽ പറയാം. ട്രൂ ലോയൽ ഹാർട്ടായിട്ട് ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കാൻ ഒരു വ്യക്തി എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. അത് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ വ്യക്തി ആയിരിക്കാം. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കോമ്പസ് വന്നിട്ടുണ്ട്. കോമ്പസ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ എന്ന രീതിയിലാണ്. അതായത് നിങ്ങൾക്ക് മുന്നോട്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ നീങ്ങും എന്ന് പറയാം. നിങ്ങൾക്ക് ഡയറക്ഷൻ കിട്ടും. അതായത് മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ലൈഫ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്ന കാര്യമായിരിക്കാം. ഒരു വഴി നിങ്ങൾക്ക് തെളിഞ്ഞു വരും എന്ന രീതിയിൽ നമുക്ക് പറയാം. കോമ്പസ് നിങ്ങൾക്ക്, അതായത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരും, ഓരോ കാര്യങ്ങളും ഓവർകം ചെയ്ത് പോകാൻ. ഓക്കെ, അല്ലെങ്കിൽ മുന്നോട്ട് എന്താണ്, അല്ലെങ്കിൽ നമുക്കിത് വീൽ ഓഫ് ഫോർച്യൂൺ ആയിട്ട് കൂടി എടുക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ സമയം, നിങ്ങൾക്കൊരു നല്ല സമയം വരാൻ പോകുന്നു, നല്ല ഡയറക്ഷനിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നു എന്ന രീതിക്കൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ അതായത് നിങ്ങളിപ്പോൾ സപ്പോസ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ്. സ്പെഷ്യലി നമ്മൾ കോമ്പസ് എന്തിനാണ് യൂസ് ചെയ്യുക, നമുക്ക് ഡയറക്ഷൻ കിട്ടാൻ അല്ലേ, നമുക്ക് വഴി അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഡയറക്ഷനിലേക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് പോയിന്റ് ചെയ്ത് തരും എന്നാണ്. ആൻഡ് 12 ഉണ്ട്. ഇവിടെ ബേർഡ്സ് ആണ്. ബേർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് നിങ്ങൾക്ക് മെസ്സേജസ് വരുന്നു എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, നല്ല മെസ്സേജസ് ആവാം, ചിലപ്പോൾ നന്നല്ലാത്ത മെസ്സേജസും ആവാം. രണ്ടും പറയാം. നമുക്ക് ഗോസിപ്പ് എന്ന രീതിയിൽ പറയാറുണ്ട്. കുറേ പക്ഷികൾ കൂടുന്ന പോലെയാണ്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് കിട്ടുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആരെങ്കിലും ഗോസിപ്പ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അറിയാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന കാര്യത്തിനെക്കുറിച്ച് ചിലപ്പോൾ വല്ല ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കാം. ഏതെങ്കിലും പേഴ്സൻ്റെ മെസ്സേജ്, നിങ്ങൾ റിലേഷൻഷിപ്പ് വന്നതുകൊണ്ട് മേ ബി നിങ്ങൾ പേഴ്സൻ്റെ മെസ്സേജ് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരുന്നതായിരിക്കാം. പിന്നെ യെസ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇത് പോസിറ്റീവ് കൂടി ആവാം കേട്ടോ, നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവും ഉണ്ട്. കാരണം ഇവിടെ അതിൻ്റെ തൊട്ടടുത്ത് പക്ഷെ വന്നത് ഫോക്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഗോസിപ്പ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് എനർജി ഇവിടെ ഉണ്ട്. ഓക്കെ, ഫോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ
കണ്ണിങ് ആയ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ, ഓക്കെ, ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ സാഹചര്യം നിങ്ങൾക്ക് മോശമായത്, ഓക്കെ. അപ്പോൾ ഈ ഫോക്സ്, അതായത് നിങ്ങളുടെ ചുറ്റും ഒരു ചെറിയൊരു നെഗറ്റീവ് എനർജി ഉണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളൊരു വാർണിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്, ഓക്കെ. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക, ഓക്കെ. എന്ത് കാര്യത്തിലാണ് എന്തെങ്കിലും നിങ്ങളുടെ ചുറ്റും നടക്കുന്നത്, ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ. നിങ്ങളെ ആരെങ്കിലും ചതിച്ച് എന്തെങ്കിലും ചെറിയ ചീറ്റിങ്സിൽ പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ഇവിടെ ബട്ട് യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ബെയർ എന്ന് പറയുമ്പോൾ നിങ്ങളെ പ്രൊട്ടക്ഷൻ യൂണിവേഴ്സിൻ്റെ ഉണ്ട് എന്ന രീതിക്കാണ്. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏതെങ്കിലും വ്യക്തികളും ചിലപ്പോൾ ഉണ്ടാവാം, പറയാൻ പറ്റില്ല, അങ്ങനെയാവാം. നിങ്ങൾ പ്രൊട്ടക്റ്റഡും ആണ്. നിങ്ങൾക്ക് കുറേ നല്ലോണം ധൈര്യം വരും എന്ന രീതിയിലും പറയാം. നിങ്ങൾ ചിലപ്പോൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം, നിങ്ങൾ സെൽഫ് പ്രൊട്ടക്ഷൻ ചെയ്യൂ എന്നുള്ളൊരു മെസ്സേജായിട്ട് നമുക്ക് എടുക്കാം. കാരണം ഇങ്ങനത്തെ അനിമൽസ് ചുറ്റും ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചുറ്റും ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം, നിങ്ങൾ സ്വയം പ്രൊട്ടക്ട് ചെയ്യൂ എന്നുള്ളൊരു വാർണിംഗ് ആയിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഡയറക്ഷൻ ശരിയായി വരും എന്നുള്ളതുകൊണ്ട് ഐ തിങ്ക് ഈ ഇൻഫർമേഷൻ, ഈ വരുന്ന കാര്യങ്ങൾ, ഈ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്നിട്ട് നിങ്ങളെ അത് റൈറ്റ് ഡയറക്ഷനിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും, ഓക്കെ. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവനവനെ പ്രൊട്ടക്ട് ചെയ്യാമല്ലോ, അല്ലേ? സോ അങ്ങനെയും എടുക്കാം നമുക്ക്. ആൻഡ് ഇവിടെ സണ്ണാണ്. സോ ഡെഫിനറ്റ്ലി ഹാപ്പിനെസ്, സന്തോഷം, നിങ്ങൾക്ക് ജോയ് എല്ലാ തരത്തിലും, ഈവൻ റിലേഷൻഷിപ്പിലായാലും ജോലി സ്ഥലത്തായാലും കരിയറിലായാലും നിങ്ങൾക്ക് ഗ്രോത്ത്, നിങ്ങൾക്ക് നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റുക, അങ്ങനത്തെ എല്ലാ സന്തോഷങ്ങളും എന്ന രീതിക്ക് നമുക്ക് എടുക്കാം, ഓക്കെ. ബ്രൈറ്റ്നസ്, നിങ്ങൾ ഹാപ്പിനെസ് ഫീൽ ചെയ്യും എന്ന രീതിക്ക് നമുക്ക് പറയാം. ആൻഡ് ഇതൊരു പാർക്ക് ഗാർഡൻ എന്ന രീതിയിലാണ് പറയുക. ഇത് ചിലവർക്ക് മീറ്റിംഗ്സ്, എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് എവിടെയെങ്കിലും നിങ്ങൾ പോവുക, മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടായിരിക്കാം. ജസ്റ്റ് ഒരു റിലാക്സ് ചെയ്യുന്ന ഒരു തരത്തിലും നമുക്ക് എടുക്കാം. അതായത് നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും, നിങ്ങൾ ജസ്റ്റ് കുറച്ച് റിലാക്സ് ചെയ്യുക എന്ന രീതിയിലും, ഓക്കെ. ഇങ്ങനെയൊക്കെ ഒന്ന് യാത്ര, എവിടെയെങ്കിലും പാർക്കിലൊക്കെ ഒന്ന് പോയിരിക്കുക, കുറച്ച് നേരം ഒരു നേച്ചുറൽ ടൈം സ്പെൻഡ് ചെയ്യുക ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു റിലാക്സ്ഡ് ഫീലിംഗ് വരും, ഓക്കെ. ഹാപ്പിനെസ് കിട്ടും അതിലും. ആൻഡ് ഇത് ഫൈനാൻഷ്യൽ അബണ്ടൻസിൻ്റെ കാര്യമാണ്. ഫിഷ് എപ്പോഴും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഫൈനാൻസിൻ്റെ കാര്യത്തിൽ പറയും. അപ്പോൾ ഇത് മേ ബി നിങ്ങൾക്ക് കുറച്ച് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഏതെങ്കിലും തരത്തിൽ വരുന്ന കാര്യമാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കരിയർ ഗ്രോത്ത്, അങ്ങനത്തെ എന്തായാലും സന്തോഷങ്ങൾ എന്ന് ഓൾറെഡി വന്നു കഴിഞ്ഞു, അപ്പോൾ അതിലെല്ലാം പെടും. റിലേഷൻഷിപ്പ് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് സോൾമേറ്റ് കാർഡ് അല്ലെങ്കിൽ ട്രൂ ലവ്, നിങ്ങൾക്കൊരു സ്നേഹം, റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. സോ അതേപോലെ മണിയും വരുന്നുണ്ട്, അബണ്ടൻസും വരുന്നുണ്ട്. സോ രണ്ടും ഉണ്ട്. ബട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇൻഫർമേഷനൊക്കെ കിട്ടും, വേണ്ടതെല്ലാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ശ്രദ്ധിച്ച് നമ്മളെ ജീവിതം, നിങ്ങൾ കൂടുതൽ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ചിലത് നിങ്ങൾ മിസ്സായി പോകും, ഓക്കെ. നിങ്ങൾ ഈ അടുത്ത് നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അറിയില്ല. അതാണ് ഫ്യൂച്ചറിനെ കുറിച്ച് കൂടുതൽ വറി ചെയ്യരുത് എന്ന് പറയുന്നത്. പാസ്റ്റിലും നിങ്ങൾ കൂടുതൽ ജീവിക്കരുത്. കഴിഞ്ഞു പോയ കാര്യങ്ങളെയും നിങ്ങൾ വിട്ടേക്കുക. ഇനി മുന്നോട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കാം, ഓക്കെ. അപ്പോഴേ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താണ് എന്നുള്ളത് അറിയുള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ബെറ്റർ ആക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും, അല്ലേ? സോ ആ രീതിയിൽ നിങ്ങളൊന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. എന്തായാലും എല്ലാ ബ്ലെസ്സിങ്ങും നിങ്ങൾക്ക് വരുന്നുണ്ട്. അബണ്ടൻസിൻ്റെ ആൻഡ് യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പ്രൊട്ടക്ട് ചെയ്യും, നിങ്ങൾക്ക് കുറേ കൂടി സ്ട്രെങ്ത് വരുമെന്ന രീതിയിലൊക്കെ പറയാം. ആൻഡ് എനിവേ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ആണ് ഫൈനലി വരുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളൊരു വാർണിംഗും ഉണ്ട് ഇവിടെ, ഓക്കെ. ഇതാണ് നിങ്ങൾ ആഗ്രഹിച്ചത് നേടുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓക്കെ. നിങ്ങൾ മാനിഫെസ്റ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കും, ഓക്കെ. സോ നമുക്ക് ബുക്ക് ഓഫ് ആൻസേഴ്സ് കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം, ഓക്കെ. ലെറ്റ്സ് സീ എന്ത് മെസ്സേജസ് ആണ് നിങ്ങൾക്ക് വരുന്നത് നോക്കാം. യൂണിവേഴ്സ് എന്താ പറയുന്നത്? ദ ടീ ലീവ്സ് അപ്പിയർ ടു ഫോം എ ഡിമൺ. വാട്ട് യു വാണ്ട് ഇസ് നോട്ട് വാട്ട് യു നീഡ്, ഓക്കെ. നിങ്ങളോട് ഒരു കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഓക്കെ. ചില സമയത്ത് നമ്മൾക്ക് പറ്റാറുണ്ട് ദറ്റ് നമുക്ക് നല്ലത് അല്ല. എങ്ങനെ അത് പറഞ്ഞു തരാം ഞാൻ? ഓക്കെ, ഞാൻ ഒന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് ആലോചിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വേണം എന്ന് ആഗ്രഹിക്കും, ഓക്കെ. ബട്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് തരില്ല, ഓക്കെ. ബട്ട് നിങ്ങൾക്ക് എന്താണോ ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ആവശ്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നല്ലത്, അത് നിങ്ങൾക്ക് കൊണ്ടുതരും. യൂണിവേഴ്സ് അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ആഗ്രഹിച്ചത് നടന്നില്ല എന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ദറ്റ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്, ഓക്കെ, നിങ്ങൾക്ക് ശരിക്കും നല്ലത് എന്താണോ അതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കും, അല്ലേ? പക്ഷെ അതിലെന്തെങ്കിലും നമുക്ക് നല്ലതല്ലാത്തത് ഉണ്ടാവും, നമ്മൾ പോലും അറിയില്ല, ഓക്കെ. അതാണ് നമ്മളൊരു പാരൻസ് എന്ന ലെവലിലെടുക്കുക. ദൈവം അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സ് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ പാരൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ നോളജ് ഉണ്ടാവും, ഓക്കെ. യൂണിവേഴ്സിന് അറിയാം നിങ്ങൾക്ക് നല്ലത് എന്താണ്, അല്ലാത്തത് എന്താണ് എന്ന്. നിങ്ങൾ പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങൾ പറയും ഞാൻ അത്രത്തോളം ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറയും. അതിലേക്ക് ചിലപ്പോൾ നിങ്ങളെ എത്തിക്കും, ഓക്കെ. ബട്ട് അതിന് മുമ്പ് പക്ഷെ അത് മേ ബി അത് ഇപ്പം തരാതെ അത് മേ ബി പിന്നെ തരും, കാരണം നിങ്ങൾ റെഡി ആകുമ്പോൾ നിങ്ങൾക്ക് തരുമായിരിക്കും. സോ ആ രീതിയിൽ എടുക്കുക ഈ ഒരു സെൻറ്റൻസിന്, ഓക്കെ. അതായത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്
ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് നല്ലത് എന്താണോ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ചെറിയ നെഗറ്റിവിറ്റി ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും യൂണിവേഴ്സ് പറയുന്നത് ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുള്ളത്. ഓക്കെ, യു വിൽ ഗെറ്റ് വാട്ട് യു, കാരണം ഡിമൺ എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ എന്തോ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. അതെന്താണെന്നുള്ളത് എനിക്കും പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആയിരിക്കും. എന്തെങ്കിലും ചിലപ്പോൾ അതിൽ നല്ലത് നിങ്ങൾക്കല്ലാത്ത ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് അതായിരിക്കില്ല നിങ്ങൾക്ക് തരാം. ഓക്കെ, വേറെ എന്തെങ്കിലും പക്ഷെ നിങ്ങൾക്ക് നല്ലത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. ഓക്കെ, സോ എന്ത് കിട്ടിയാലും ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, അതുകൂടി ഉണ്ട്. ഞാൻ പിന്നെ എന്തിനാ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും നിങ്ങൾ. ഇതിനൊക്കെ ആൻസർ ഞാൻ ഈ ഒരിക്കൽ പറയാം. ഓക്കെ, ഒരു പേജ് കൂടി എടുത്തേക്കാം. ഇറ്റ്സ് ആൻ ഇമേജ് ഓഫ് എ ബാഡ്, മെഡിറ്റേറ്റ് അബൌട്ട് ഇറ്റ് ടു നൈറ്റ്. ഓക്കെ, യെസ്, നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂണിവേഴ്സിനോട് കറക്റ്റായിട്ട് ചോദിക്കുക. യൂണിവേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും. മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, ബാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് രാത്രി എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് രാത്രി നേരത്തെ നിങ്ങൾ രാത്രി എന്നല്ല, ആക്ച്വലി നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടി ആൻസേഴ്സ് കിട്ടും എന്ന രീതിയിലാണ്. ഒന്നുകൂടി എടുക്കാം അല്ലേ. ഓക്കെ, അഗെയിൻ ടീ ലീവ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഷോ ആൻഡ് ആങ്കർ, ട്രൈ എ ചേഞ്ച് ഓഫ് സീനറി. ഓക്കെ, ആങ്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോട്ടിൻ്റെയാണ്. ഓക്കെ, ബോട്ട് ഒരു യാത്ര എന്ന രീതിയിൽ പറയാം. ട്രൈ എ ചേഞ്ച് ഓഫ് സീനറി എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, പാർട്ടി അല്ലെങ്കിൽ ഒരു ഗാർഡൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനോ എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ അത് വല്ലതും പോവാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഐ തിങ്ക് നിങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണിപ്പോൾ. ഓക്കെ, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ആവും. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ അത് ചെയ്യാൻ നിങ്ങളോട് ഒരു അഡ്വൈസ് ആയിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് കാമായിട്ട് ഡീൽ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ്. ആൻഡ് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാനൊരു സമയം കിട്ടും. അങ്ങനെ സമാധാനമായിട്ട് നമ്മളൊന്ന് റെസ്റ്റൊക്കെ എടുക്കുമ്പോൾ അല്ലേ. ഓക്കെ, സോ അതൊക്കെയാണ് പൈൽ 1കാർക്ക്. ഓക്കെ, നമുക്ക് പൈൽ 2ലേക്ക് പോവാം. പൈൽ 2 പിരമിഡ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ എന്താ വരാൻ പോകുന്നത് അതായത് ഈ മാസം അവസാനത്തിന് മുമ്പ്, ഡിസംബറിന് മുമ്പ് നമുക്ക് എന്ത് വരും നോക്കാം. ആക്ച്വലി ലാസ്റ്റായി 2024 കഴിയാറായി. ലെറ്റ്സ് സി. ഞാൻ പറയാം. ഓക്കെ, ആദ്യം തന്നെ കീ വന്നിട്ടുണ്ട്. വെരി ഗുഡ്. സ്റ്റോക്ക് എന്താണ് റാറ്റ് ഓഫ് മൈസ് ഒക്കെ പറയാം. 22. ഓക്കെ, സ്റ്റെയർ കേസ് പോലത്തെയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം. ഓക്കെ, ഇവിടെ ഒരു ഫീമെയിൽ ഉണ്ട്. ഇത് 29 ഫീമെയിൽ, മെയിൻ ഫീമെയിൽ എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. അത് അഗെയിൻ ബേർഡ്സ് ആണ്. 2 ബേർഡ് ഉണ്ട്, 2 ടൈപ്പ് ബേർഡ്സ് ഉണ്ട്. ആൻഡ് 10. ഓക്കെ, ഗുഡ്. സ്കൈത്ത് എന്ന് പറയൂ. ഇത് സ്റ്റാർ ആണ്. ഓ, ആൻഡ് എ വെഡിങ് റിംഗ്. വാവ്. ഓക്കെ, ഇവിടെ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ആദ്യത്തെ കാർഡല്ല, ബട്ട് ഓക്കെ, ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ കാണുന്നത് ലേഡീസ് ആണെങ്കിൽ നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈവൻ ജെൻസ് ആയാലും നിങ്ങളുടെ ഒരു ഫെമിനൈൻ പവർ എന്ന രീതിക്ക് പറയാം. നിങ്ങളുടെ ഒരു ഫെമിനൈൻ എന്ന് വേണ്ട, നിങ്ങളുടെ ഒരു ഡിവൈൻ പവറിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ്. കാരണം ഈ കാർഡ് ഭയങ്കര എലഗൻ്റ് ആണ്. എനിക്ക് ഫുൾ കാണിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാനിത് പറയാറുണ്ട്, ഞാൻ ഹൈഡ് ചെയ്ത് വെക്കുന്നത് പിക്ചേഴ്സ് ഫുൾ ന്യൂഡിറ്റി ഉണ്ട് ഇതിൽ. ഓക്കെ, അത് കാണിക്കാൻ പാടില്ല നമ്മൾ. ഓക്കെ, യൂട്യൂബിൽ. സോ അതുകൊണ്ടാണ് ഞാൻ മറക്കുന്നത്, വേറെ ഒന്നുമില്ല. സോ ഈ പിക്ചർ പക്ഷേ ഭയങ്കര എലഗൻറ്റ് പിക്ചറാണ്. വളരെ ഒരു എന്താ പറയുക, രാജകീയമായ അല്ലെങ്കിൽ വളരെ നമുക്ക് പ്രൗഢിയോടെ നിൽക്കുന്ന ഒരു ലേഡി എന്ന രീതിയിലാണ് കാണുക. സോ അത് പറയുന്നത് നിങ്ങളുടെ ഒരു ഫെമിനൈൻ പവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡിവൈൻ പവറിൽ നിങ്ങൾ നിൽക്കുന്ന പോലെയാണ്. നമുക്ക് അങ്ങനെ എടുക്കാം, നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് എടുക്കാം. അതായത് നിങ്ങൾ ഗ്രോ ചെയ്യുന്നു, നിങ്ങളുടെ ഒരു ഗ്രോത്ത് നിങ്ങളുടെ ഓൺ പവറിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ മന്ത് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വയം നിങ്ങളൊരു വളരെ മെച്യൂർഡായിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യങ്ങൾ മെച്യൂരിറ്റിയോടെ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, എംപ്രസ് ലെവലിൽ എടുക്കാം. നമുക്ക് എംപ്രസ് എന്ന രീതിക്ക് നമുക്ക് പറയാം, എംപ്രസ് എംപ്രർ എന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്കൊരു ഗ്രോത്ത് വരുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഓൺ ഗ്രോത്ത് എന്ന രീതിയിൽ. അതിപ്പോൾ നമുക്ക് ജോലി, കരിയർ, എന്ത് കാര്യങ്ങളും ആവാം. അല്ലെങ്കിൽ വീട്ടിലായാലും ശരി, നിങ്ങൾ മാരേജ് അങ്ങനത്തെ കാര്യങ്ങൾ വളരെ എല്ലാം നന്നായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി, അങ്ങനെയൊക്കെ പറയാം.
റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിക്കൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ സ്റ്റോക്ക് ആൻഡ് ഇത് രണ്ടും ആക്ച്വലി മാച്ച് ഉണ്ട്. അതുകൊണ്ട് ഒന്നിച്ച് പറയാം, സ്റ്റോർക്കും അവളും പറയുമ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടാണ്. ഓക്കെ, അവൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു കുറച്ച് സീരിയസ് കമ്മ്യൂണിക്കേഷൻ, വളരെ വൈസ് ആയിട്ടുള്ള അവളാണെന്നല്ലേ പറയാം, നമുക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു നേച്ചർ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള ചില മെസ്സേജസ് വരും. പക്ഷേ സീരിയസ് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ടതല്ല, അങ്ങനത്തെ അല്ല, നെഗറ്റീവ് അല്ല, നല്ല കാര്യങ്ങൾ, ബട്ട് സീരിയസ് ആയിട്ടുള്ളത്. അതായത് വെറുതെ വല്ല ലവ് ലെറ്റർ അങ്ങനത്തെ കാര്യങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലും ഇത് അങ്ങനെയും വരാം, ഇല്ല എന്നല്ല, ബട്ട് അതിനേക്കാൾ കൂടുതൽ ഇവിടെ നിങ്ങൾക്ക് കരിയറിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ട്രാവലിങ്ങിന് വെയിറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, പല എന്തെങ്കിലുമൊക്കെ കാര്യത്തിൻ്റെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരുന്നതായിട്ടാണ്, മെസ്സേജസ് വരുന്നതായിട്ടാണ്. ഞാനിവിടെ സ്റ്റോക്കും സെയിം തിങ് ആണ്. ലൈക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് അഗെയിൻ ഒരു മെസ്സേജസ് നിങ്ങൾക്ക് വരുന്നു എന്ന രീതിയിലാണ്. അതിലും ആക്ച്വലി നമുക്ക് പ്രൊമോഷൻ്റെ കാര്യങ്ങൾ പറയും, പ്രഗ്നൻസി എന്ന രീതിയിൽ പറയും. ഓക്കെ, ജോബ് ചേഞ്ച്, മാറ്റങ്ങൾ, ട്രാവലിംഗ് എന്ന എന്തെങ്കിലും നിങ്ങൾക്ക് മെസ്സേജസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനെ സ്റ്റോർക്കിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പുതിയ ബിഗിനിങ് എന്ന രീതിക്ക് നമുക്ക് എടുക്കും. ആൻഡ് അഗെയിൻ ഞാൻ പറഞ്ഞു, പ്രഗ്നൻസിയുടെ കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കാം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പ്രഗ്നൻസി, ആക്ച്വലി ഇവിടെയും ഞാൻ പറഞ്ഞു ഇത് ലേഡി എന്ന രീതിയിൽ. സോ നിങ്ങൾ ആരെങ്കിലും പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ, ഫാമിലിയിൽ, ലൈക്ക് ഹസ്ബൻഡ്, നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും നിങ്ങളുടെ വൈഫിന്, അല്ലെങ്കിൽ നിങ്ങളുടെ വട്ടെവർ, അങ്ങനെ ആ രീതിക്ക് നിങ്ങൾ എടുക്കാം. നിങ്ങളുടെ പ്രഗ്നൻസി, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും പ്രഗ്നൻസി, അങ്ങനെ ആ രീതിക്ക്. ഓക്കെ, വീട്ടിലോ ഫ്രണ്ട്സിനോ ഒക്കെ ആവാം, ആർക്കും ആവാം. ഓക്കെ, പ്രഗ്നൻസി റെപ്രസെൻറ്റേഷൻ ഇവിടെ ഉണ്ട് നല്ലോണം. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് നല്ലൊരു ന്യൂസ് വരുന്നുണ്ട്, നല്ല ന്യൂസാണ് വരുന്നത്. അതും നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് നല്ല കാര്യങ്ങളിലേക്ക്, എന്തെങ്കിലും പ്രൊമോഷൻ, ഗ്രോത്ത്, ചിലവർക്ക് മൂവ്മെൻ്റ് ആയിരിക്കാം, ഞാൻ പറഞ്ഞ പോലെ അങ്ങനത്തെ മെസ്സേജസ് നിങ്ങൾക്ക് വരുമെന്നാണ്. ആൻഡ് ഇവിടെ അഗെയിൻ ഇവിടെ എല്ലാ പൈലിലും ഒരു നെഗറ്റീവ് വേണമല്ലോ. മൈസ് ഉണ്ട് ഇവിടെ. മൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തീഫ്, അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ചിലപ്പോൾ എലി എന്താ ചെയ്യുക, കറണ്ട് തിന്നെല്ലാം കട്ടുകൊണ്ട് പോകുക എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, സോ ആ രീതിക്ക് പറയുമ്പോൾ ഓക്കെ, നിങ്ങൾ സൂക്ഷിക്കാനുണ്ട് ചില കാര്യങ്ങൾ എന്നാണ്. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ ലിറ്ററലി എലി ഉണ്ടെങ്കിൽ അതിനെ തുരത്തി വിടുക. ഓക്കെ, അതിന് വേണ്ടത് ചെയ്യുക. അല്ലാത്തവർക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ കറണ്ട് തിന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഓക്കെ, സൂക്ഷിക്കുക. ഫസ്റ്റ് പൈലിലും ഇതുപോലൊരു വാർണിംഗ് ഉണ്ടായിരുന്നു, നിങ്ങൾക്കും ഉണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന് ചിലപ്പോൾ കളവ് പോവാം, സാധനങ്ങൾ സൂക്ഷിക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു വാർണിംഗ് ഉണ്ട്. ഇത് പക്ഷെ അത്രയ്ക്ക് നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളല്ല. ഓക്കെ, പക്ഷെ ഉണ്ട്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞ പോലെ മാത്രം. ആൻഡ് ഇവിടെ ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കട്ട് ഓഫ് ചെയ്യേണ്ടി വരും ലൈഫിൽ നിന്ന്. നിങ്ങൾക്കറിയാൻ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ചിലവരില്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവാം. അങ്ങനത്തെ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ തരത്തിൽ നിങ്ങളെ ലൈഫിൽ നന്നല്ലാത്ത എന്തെങ്കിലും, നിങ്ങളെ എന്താ പറയുക, എനിക്കത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെ ചിലത് നിങ്ങൾ കട്ട് ഓഫ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവാം, ക്ലീൻ ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവാം. ലൈഫിൽ നിങ്ങൾക്ക് നല്ലതല്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിട്ടാണിത്. ഓക്കെ, സ്കൈത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ അരിവാൾ നമ്മളെല്ലാം വെട്ടി ക്ലീൻ ചെയ്യാം എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, നിങ്ങളുടെ ലൈഫിനൊന്ന് ക്ലീൻ അപ്പ് ചെയ്യാനുണ്ട് നിങ്ങൾ. ഓക്കെ, അതൊക്കെ നടക്കും. ഇല്ല, ആക്ച്വലി ഇപ്പോൾ ഈ ഒരു മന്തിൽ നിങ്ങൾ അതൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത്. മേ ബി നിങ്ങൾക്കറിയാം ദാറ്റ് ആരാണ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കട്ട് ഓഫ് ചെയ്യുക, അങ്ങനെയൊക്കെ ഐ തിങ്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ചോയ്സസ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചില ചോയ്സസ് നിങ്ങളുടെ മുമ്പിൽ വരും. എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാം നിങ്ങൾക്ക്. ഓക്കെ, ഏത് വഴിക്ക് പോകണം ഞാൻ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാം. ബട്ട് ചില ആക്ച്വലി ഇതിൽ പിക്ചർ റെപ്രസെൻറ്റേഷനിൽ ഒരു വഴി പോയാൽ നിങ്ങൾക്ക് എന്താ പറയുക, ന്യൂ ഡോർസ് ഓപ്പൺ ആവും എന്ന രീതി പറയാം. ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ സ്റ്റക്ക് ആവാനും സാധ്യതയുണ്ട്. സോ ആലോചിച്ച് തീരുമാനം എടുക്കുക. വളരെ ലൈക്ക് അതിന് വേണ്ടിയിട്ട് മേ ബി ഈ ഇൻഫർമേഷനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കാം. ഓക്കെ, അതിനാണല്ലോ നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ യൂണിവേഴ്സ് തരുന്ന മെസ്സേജസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ആൻഡ് എനിവേ ഒരു ചോയ്സിൻ്റെ കാര്യം ഇവിടെ കാണുന്നുണ്ട്. സോ ആ ചോയ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. ആൻഡ് ഇവിടെ സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഐ തിങ്ക് നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പും ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് വഴികൾ കാണിച്ചും തരും. സൊല്യൂഷൻ്റെ കാര്യമാണ്. കീസ് പറയുമ്പോൾ നമ്മൾ എന്താ സൊല്യൂഷനാണ് അല്ലേ. നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനുള്ള വഴികളും കിട്ടും എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ നവംബർ ഡിസംബറിന് മുമ്പ് വരാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഒരു പവറിലേക്ക് വരുമെന്നുണ്ട്. ആൻഡ് കുറേ പേർക്ക് ഇവിടെ ജോലി പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഫാമിലി പ്രൊമോഷൻ ആയിരിക്കും. കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫാമിലി മാരേജ് ഒക്കെ കഴിഞ്ഞ് കുട്ടികളാവുക എന്ന് പറഞ്ഞൊരു പ്രൊമോഷൻ അല്ലേ, അങ്ങനെ എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, നിങ്ങൾ ചില ഡിസിഷൻസ് എടുക്കാനുണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഇവിടെ സ്റ്റാർ നിങ്ങളോട് പറയുന്നത് അഗൈൻ നിങ്ങൾ വിഷ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വിഷ് ചെയ്യുക. ആൻഡ് അത് നടക്കും. എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്നിവിടെയുണ്ട്.
ഫസ്റ്റ് പൈലിലും ഉണ്ടായിരുന്നു. ആക്ച്വലി 25 റിങ് നിങ്ങൾക്ക് മാരേജ് പ്രപ്പോസൽ വരുന്ന കാര്യങ്ങളായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടുന്ന കാര്യങ്ങളായിരിക്കാം, എന്തെങ്കിലും ഗിഫ്റ്റ്, അങ്ങനെയും പറയാം നമുക്ക്. ജസ്റ്റ് റിങ് ഇപ്പോൾ മാരേജ് ആവണമെന്നില്ല, എന്തെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് വരുന്നു, സന്തോഷമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നു, നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ, ഓക്കെ, എന്തെങ്കിലും കിട്ടുന്നു എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, സോ അതൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ്. ഓക്കെ, നമുക്ക് ബുക്ക് ഓഫ് ആൻസേഴ്സും കൂടി നോക്കാം. അത്ര ലോങ് റീഡിങ് ആക്കാൻ പ്ലാനിലല്ല, അതുകൊണ്ടാണ് വേഗം ചെയ്യുന്നത്. ഓക്കെ, ബുക്ക് ഓഫ് ആൻസേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്താ പറയുന്നത് നോക്കാം. ക്വസ്റ്റൻ ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് വരുന്ന മെസ്സേജ് എന്ത് തന്നെ ആയാലും. ഓക്കെ, നമ്പർ 13 ഡോണ്ട് പെർസ്യൂ ഇറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ചോയ്സിൻ്റെ കാര്യം പറഞ്ഞ നേരത്തെ. ഓക്കെ, ഡോണ്ട് പെർസ്യൂ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോകരുത് എന്ന രീതിയിലാണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ 2 വഴി നിങ്ങളുടെ മുമ്പിൽ വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ സപ്പോസ് തോന്നുന്നുണ്ട് ഞാൻ ഇന്ന കാര്യം ചെയ്യാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട എന്നൊരു വാർണിംഗ് ഉണ്ട് ഇവിടെ, ശ്രദ്ധിക്കുക. ഓക്കെ, സൂക്ഷിച്ച് തീരുമാനം എടുക്കാം. നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾക്ക് ശരിയാവില്ല എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, അതിൻ്റെ പിന്നാലെ പോകരുത് എന്ന് പറയുന്നുണ്ട്. അത് ഏത് കാര്യത്തിലും ആവാം, നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കാം. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യത്തിന് വിട്ടേക്കുക, അത് ചെയ്യേണ്ട എന്നാണ്. ഇറ്റ് വിൽ ഹെൽപ്പ് ഇംപ്രൂവ് യുവർ 7 of clubs ആണ് വന്നിരിക്കുന്നത്. ഇറ്റ് വിൽ ഹെൽപ്പ് ഇംപ്രൂവ് യുവർ കർമ്മ എന്ന് പറയുന്നുണ്ട്. എനിക്കിത് ഫീൽ ചെയ്യുന്നത് എന്താ അറിയോ, 7 of clubs പറയുമ്പോൾ 7 of wands നമ്മൾ പറയുന്നത് അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക എന്ന രീതിയിലാണ് നമ്മൾ പറയുക. ഓക്കെ, സ്റ്റാൻഡ് എടുക്കുക, നമുക്ക് ബോൾഡായിട്ട് നിൽക്കുക, നമുക്ക് എന്താണോ വേണ്ടത് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുക എന്ന രീതിയിൽ പറയാം അല്ലേ. അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കർമ്മ ഇംപ്രൂവ് ആവും എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളോട് ന്യായം നടക്കുന്നില്ലെങ്കിൽ, ഓക്കെ, അവിടെ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ കൂടി റെഡി ആവണം. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് എന്താണോ നല്ലത്, അത് നിങ്ങൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഒരിക്കലും മടിക്കണ്ട എന്നൊരു രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട്. ഒന്നുകൂടി എടുത്തേക്കാം. ഇൻ യുവർ ടീ കപ്പ് ഈസ് എ ബേർഡ് ഷേപ്പ്, ലുക്ക് ഔട്ട്സൈഡ് യുവർ ഇന്നർ സർക്കിൾ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട എന്തെങ്കിലും കാര്യമായിരിക്കാം. അതായത് ഇപ്പം നിങ്ങളെ ആരെങ്കിലും, നമ്മൾ മൈസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അല്ല അത് പക്ഷേ ഇന്നർ സർക്കിളിൽ പെടേണ്ടതാണ് എൻ്റെ ഒരു കണക്കിൽ. ഓക്കെ, എന്തായാലും ശരി, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾ മേ ബി ഹെൽപ്പിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയ ആൾക്കാരായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, മേ ബി പുറത്തുള്ള ആരെങ്കിലും ആയിരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് സഹായിക്കാൻ കൂടുതൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും ആവാം. നിങ്ങൾ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്കൊരു ആവശ്യത്തിന് ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. എനിക്ക് അങ്ങനെയാണത് ഫീൽ ചെയ്ത് ഈ ഒരു മെസ്സേജ്. അല്ല എന്നുണ്ടെങ്കിൽ ഇല്ല, അതേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടുന്നത് നിങ്ങളുടെ ഇന്നർ സർക്കിളിൽ നിന്ന്. നിങ്ങൾക്ക് ഇന്നർ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള വ്യക്തികൾ അല്ലേ, അതിൽ നിന്ന് അവരെക്കാൾ കൂടുതൽ നിങ്ങൾ ഐ തിങ്ക് പുറത്തേക്ക് നോക്കുക എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ ഔട്ട്സൈഡ് വേറെ ആരെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, അതെപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിക്കാറും. ഒരു പേജ് കൂടി എടുത്തേക്കാം നിങ്ങൾക്ക് വേണ്ടി. ടു ലുക്ക് ഇൻവേർഡ് ഫസ്റ്റ്. ഓക്കെ, ഹെർമിറ്റ് കാർഡ്. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട് പക്ഷേ അവനവൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ നോക്കുക എന്നും പറയുന്നുണ്ട്. ഹെർമിറ്റ് മോഡിൻ്റെ കാര്യമാണ്. നിങ്ങൾ കുറേ ചിന്തിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ ചോയ്സസിൻ്റെ പറഞ്ഞു അല്ലേ, നിങ്ങളോട് ഇപ്പോൾ നിങ്ങൾ എന്തോ ചിന്തിക്കുന്ന കാര്യം ചെയ്യേണ്ട എന്നും പറയുന്നുണ്ട്. സോ നല്ലോണം ചിന്തിച്ച് തീരുമാനം എടുക്കുക, അതിനുവേണ്ടി നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക എന്ന രീതിയിലാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന്. എല്ലാവർക്കും നല്ല റിസൾട്ട് ആവട്ടെ. നന്ദി, നമസ്കാരം.